ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടൊരു കട്ട്ലറ്റ് ഉണ്ടാക്കിയതാണ്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പം ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ടൊമാറ്റോ സോസൊക്കെ ഉപയോഗിച്ചത് കഴിക്കാൻ വളരെ രുചിയാണ്. നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മുട്ട കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിന് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 പീസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഈ ബ്രെഡ് പീസ് രണ്ടും നമുക്ക് മുക്കി ഈ പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് നനവോടുകൂടി വേണം ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്കൊന്ന് മാറ്റി വെക്കാം. 2 മുട്ട നമ്മൾ ഈ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ നന്നായിട്ട് അടിച്ച് അതും മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പും ചേർത്ത് അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഒത്തിരി ഡ്രൈ ആയി പോകരുത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഈ ചൂടൊന്ന് മാറാനായിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് കൈകൊണ്ട് നമുക്കിത് കട്ട്ലറ്റ് പിടിക്കാനുള്ളതാണ്, തണുക്കാൻ വേണ്ടിയാണ്. കുതിർത്ത് വെച്ചിരുന്ന റൊട്ടിയും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ ഒരു സ്വല്പം ഉപ്പും കൂടി ഇടണം. ഇതിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഇടുകയാണ്. നന്നായിട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഡ്രൈ ആക്കരുത്, ഇതുപോലിരിക്കണം. ഇത് നല്ല നനവുണ്ട്. നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട്ലറ്റ് പിടിക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് നല്ലപോലെ വട്ടത്തിലെടുത്തിട്ട് ഈ ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ കട്ട്ലറ്റ് എല്ലാം പരത്തിയെടുത്തു. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കുന്നതിന് മുട്ടയ്ക്കകത്തും റൊട്ടിപ്പൊടിയിലും മുക്കി അതും കൂടി എടുത്തു വെക്കാം. ഞാൻ ഒരു മുട്ട അടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് റൊട്ടിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിത് മുട്ടയുടെ ഇതിലേക്ക് മുക്കി റൊട്ടിപ്പൊടിയിലും കൂടെ മുക്കിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് എടുക്കാം. മുട്ടയിൽ മുക്കി ഞാൻ റൊട്ടിപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ മുട്ടയ്ക്ക് പകരം മൈദയുടെ പൊടി എടുത്താലും മതി. ഞാനിപ്പോൾ മുട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം. ഈ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒന്ന് ചെറുതായിട്ട് ഹാർഡായിട്ട് വരും. പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. നമുക്ക് ഈ കട്ട്ലറ്റ് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഒത്തിരി കുത്തി നിറച്ചിടരുത്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റ് എടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം.
അങ്ങനെ നല്ല രുചിയുള്ള എഗ് കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.